ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് എറർ സ്പോട്ടിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. SSC MDSന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എറർ സ്പോട്ടിംഗ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് എറർ സ്പോട്ടിംഗ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എറർ സ്പോട്ടിംഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇപ്പം സിമ്പിളായിട്ട് ഞാൻ ഒരു സെന്റൻസ് പറയുന്നു. ഷീ സിങ്സ് സോങ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? അവൾ പാട്ട് പാടുന്നു. ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് ഷീ ആണ്. ഇവിടുത്തെ വെർബ് എന്താ? വെർബ് സിങ്സ്. ഓക്കെ, പാടുക എന്നുള്ളതാണ് വെർബ്. ഓക്കെ, അപ്പം ഷീ സിങ് സോങ്. പ്രവൃത്തി ആര് ചെയ്യുന്നു അയാൾ എന്തു പറയും? സബ്ജക്റ്റ് എന്ന് പറയും. ഓക്കെ, ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? വെർബ്. ഓക്കെ, ഇവിടെ ഷീ സിങ് സോങ്സ്. ഇവിടെ എന്താ? ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്? സിംഗുലർ ആണ്. ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ വെർബും എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. ഓക്കെ, ഷീ സിങ് സോങ്. അവൾ പാട്ട് പാടുന്നു. ഓക്കെ, ഇതാണ് ഈ സെന്റൻസിന്റെ കറക്റ്റ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിച്ചു, ഷീ സിങ് സോങ് എങ്ങനെയാണെന്ന് വിചാരിച്ചോ? അപ്പൊ നോക്കേ, ഷീ എന്ന് പറയുന്നത് ഇവിടെ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. പക്ഷെ ഇതാ ഇവിടെ വന്നിരിക്കുന്ന വെർബോ, ഇത് സിംഗുലാർ ആണോ? അല്ല, ഇത് പ്ലൂറൽ വെർബാണ്. അതുകൊണ്ട് തന്നെ ഈ പോർഷനിൽ നമുക്ക് എറർ എവിടെയാന്ന് പറയാം? ദാ ഈ ഭാഗത്തായിട്ടാണ് എറർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യനിൽ ഏത് പോർഷനിലാണ് എറർ വന്നിരിക്കുന്നത് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ എറർ എന്ന് പറഞ്ഞാൽ ഒന്നി വെർബിനെ ബേസ് ചെയ്താവാം, അല്ലെങ്കിൽ ആഡ്വർബ് ആവാം, അല്ലെങ്കിൽ പ്രൊനൗൺ ആവാം, നൗൺ ആവാം, അഡ്ജക്റ്റീവ് ആവാം, പ്രിപ്പോസിഷൻ ആവാം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ചില MDSന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The doctor with his interns are due to arrive here by noon. സെന്റൻസ് നമ്മൾ കണ്ടു. എന്താ സെന്റൻസ്? The doctor with his interns are due to arrive here by noon. ഡോക്ടറും അയാളുടെ ഇന്റേണും എന്താ? ഉച്ചയോട് കൂടി ഇവിടെ എത്തിച്ചേരും. അതല്ലേ സെന്റൻസിന്റെ മീനിങ്? ഡോക്ടറും അയാളുടെ ഇന്റേൺസും കൂടി ഉച്ചയോട് കൂടി ഇവിടെ എത്തിച്ചേരും. അപ്പം ഈ സെന്റൻസിൽ നമുക്ക് എവിടെയാ എറർ വന്നതെന്ന് ഫൈൻഡ് ചെയ്യണം. സെന്റൻസ് ഓക്കെ, സെന്റൻസ് വേണ്ട, 4 പാർട്ടാക്കി സെന്റൻസിനെ കൊടുത്തിട്ടുണ്ട്. ഈ 4 പാർട്ടിൽ ഏത് പാർട്ടിലെ എററിനെ കണ്ടുപിടിക്കണ്ടേ? ആദ്യം നോക്കേ, ഫസ്റ്റ് എന്താ? ദ ഡോക്ടർ വിത്ത് അസിലാണോ, അതോ അല്ലെങ്കിൽ ടു അറൈവ് ഹിയർ ബൈ ന്യൂണിലാണോ, അല്ലെങ്കിൽ ഇന്റേൺസ് ആർ ഡ്യൂട്ടി, അല്ലെങ്കിൽ നോ എറർ ആണോ? അതാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇനി സെന്റൻസിലോട്ട് നോക്കാം, എറർ സ്പോട്ട് ചെയ്യാം നമുക്ക്. ഇവിടെ നോക്കേ, ഇവിടെ സബ്ജക്റ്റ് പ്രവൃത്തി ചെയ്യുന്ന ആരൊക്കെയുണ്ട്? 2 പേരുണ്ട്. ആരൊക്കെയാ? ഡോക്ടറും ഉണ്ട്, അയാളുടെ ഇന്റേൺസും ഉണ്ട്. നോക്കേ, ഇവിടെ ആരൊക്കെയാ? ഡോക്ടറും ഉണ്ട്, അയാളുടെ ഇന്റേൺസും ഉണ്ട്. 2 പേരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു, സിംഗുലാർ പേഴ്സൺ ആണെങ്കിൽ വെർബ് എന്തായിരിക്കണം? സിംഗുലാർ ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കേ, ഇവിടെ 2 പേഴ്സൺസ് ഇല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ദ ഡോക്ടറും ഉണ്ട്, അതിനോടൊപ്പം തന്നെ എന്താ? അയാളുടെ ഇന്റേൺസും ഉണ്ട്. 2 പേരുണ്ട്. 2 പേരാകുമ്പോൾ നമ്മൾ വേഗം വിചാരിക്കും, 2 പേരുണ്ട്, എന്താണ് വെർബ് എന്താണ്? ആറ് തന്നെയാണെന്ന് അല്ലെ? ഇവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നത്. എന്താന്ന് വെച്ചാല് ഇവിടെ ഈ വിത്ത് എന്ന് പറയുന്ന വേർഡ് കണ്ടോ? വിത്ത് എന്ന് പറയുന്ന വേർഡ് കണ്ടോ? ഈ വിത്ത് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് വിത്ത് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ, ഒരു സെന്റൻസിൽ 2 സബ്ജക്റ്റിനെ ഈ വിത്ത് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന വെർബ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കേ, ഇവിടെ ആദ്യത്തെ സബ്ജക്റ്റ് എന്താ? ഡോക്ടർ ആണ്. ഓക്കെ, ഡോക്ടർ എന്ന് പറയുന്ന ഒരു ഒറ്റ ആളല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ വെർബ് എന്ത് വരണം? ആറ് വരുമോ? ഇല്ല. കറക്റ്റ് എന്ത് വരും? ഈസ് വരും. മനസ്സിലായോ? ഈസ് എന്തുകൊണ്ടാണ് വന്നതെന്ന് മനസ്സിലായോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറയുന്ന ആളെ അയാളുടെ ഇന്റേൺസിന്റെ കൂടെ വിത്ത് എന്ന് പറയുന്ന വേർഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. വിത്ത് വന്നത് കൊണ്ട് തന്നെ എന്താ? എപ്പോഴും ആദ്യത്തെ സബ്ജക്റ്റിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മൾ വെർബ് ചേർക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എറർ ഏത് പോർഷനിലാണ് വരിക?
ഈ പോർഷനിൽ വരും, ഡി പോർഷനിൽ വരും. ഇന്റേൺസ് ആർ ഡ്യൂ. കറക്റ്റ് ആണോ? അല്ല, ഇന്റേൺസ് ഈസ് ഡ്യൂ. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആകെ അറിഞ്ഞിരിക്കേണ്ട റൂൾ എന്താണെന്ന് വെച്ചാൽ, രണ്ട് സബ്ജക്റ്റിനെ വിത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്ത് വരുന്ന വെർബ് എപ്പോഴും എന്തായിരിക്കും? ആദ്യത്തെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ദ മോർ ഹി ഏൺ ദ മോർ ഹി വാണ്ട് ടു ഏൺ. അയാൾ എത്രമാത്രം ഏൺ ചെയ്തുവോ അത്രമാത്രം അയാൾ വീണ്ടും ഏൺ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ദ മോർ ഹി ഏൺ ദ മോർ ഹി വാണ്ട് ടു ഏൺ. ഇവിടെ നോക്കേ, ഇവിടെ നോക്കുമ്പം ആദ്യത്തെ സെന്റൻസ് ഏൺഡ്, ദ മോർ ഹി ഏൺഡ്. അപ്പം ഏൺ എന്ന് പറയുന്ന വേർഡ്, ഇതിന്റെ പാസ്റ്റ് എന്താ? V2 ഫോം എന്താ? ഏൺഡ്. V2 ഫോം എന്താ? ഏൺഡ്. അപ്പം ഏൺ, ഏൺഡ്, ഏൺഡ്. ദ മോർ ഹി ഏൺഡ്. ആദ്യം ഈ സെന്റൻസ് എന്തിലാ പറഞ്ഞേക്കുന്നത്? പാസ്റ്റിലാ പറഞ്ഞേക്കുന്നത് അല്ലേ? സെന്റൻസിന്റെ ആദ്യത്തെ പാർട്ട് പാസ്റ്റിലാ. അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്തിൽ തന്നെ ആയിരിക്കണം? പാസ്റ്റിൽ തന്നെ ആയിരിക്കണം. പക്ഷെ ഇവിടെ നോക്കേ, ഇവിടെ ദാ ഹി വാണ്ട് എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ നോക്കേ, ഇവിടെ ഹി വാണ്ട് എന്ന് പറഞ്ഞേക്കുന്നു. വാണ്ട് വരുമോ ശരിക്കും? ഇല്ല. ഹി ഏൺഡ് എന്നുള്ളത് പാസ്റ്റിലാണെങ്കിൽ വാണ്ട് വരുമോ? ഇല്ല. കറക്റ്റ് എന്താ വരിക? വാണ്ടഡ്. കറക്റ്റ് എന്താ വരിക? വാണ്ടഡ്. കറക്റ്റ് എന്താ? വാണ്ടഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എറർ എവിടെയെന്ന് മനസ്സിലായി? വാണ്ട് ടു ഏൺ. നമ്മുടെ ഈ സി പോർഷനിലാണ് എറർ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ മോർ ഹി ഏൺ ദ മോർ ഹി വാണ്ട് ടു ഏൺ. അപ്പം ആദ്യത്തെ പോർഷൻ പറയുന്നത് പാസ്റ്റിലായതുകൊണ്ട് രണ്ടാമത്തെ പോർഷൻ എന്തിൽ തന്നെ പറയണം? പാസ്റ്റിൽ തന്നെ പറയണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദെൻ ടു ഫോളോ. ഓക്കെ, ഇവിടെ നോക്കേ, അയാള് മീൻസ് ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദെൻ ടു ഫോളോ. ഇവിടെ പ്രീച്ച്, ഫോളോ ഈ രണ്ട് വേർഡിനെ തമ്മിൽ കമ്പയർ ചെയ്ത് പറഞ്ഞേക്കുക അല്ലേ? പ്രസംഗിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? അല്ല, ഫോളോ ചെയ്യുന്നതിനേക്കാളും നല്ലത് എന്താണ്? പ്രസംഗിക്കുന്നതാണ്. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദെൻ ടു ഫോളോ. ഓക്കെ, ഇവിടെ നമ്മൾ ഇവിടെ നോക്കേ, ഇവിടെ താണ്ട് ഈ പ്രീച്ച് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്, അതിനോടൊപ്പം എന്താ? ഫോളോ എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. ഈ രണ്ട് വേർഡിനെ തമ്മിൽ കമ്പയർ ചെയ്തേക്കുക. അതുകൊണ്ട് തന്നെ താണ്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഡിഗ്രി നോക്കേ, കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ യൂസ് ചെയ്തേക്കുന്നേ? ആണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈസി, ഈസിയർ, ഈസിയസ്റ്റ്. ഓക്കെ, അപ്പം ഈസി എന്ന് പറയുന്നത് എന്താണ്? ഈസി എന്ന് പറയുന്നത് പോസിറ്റീവ് ഡിഗ്രിയാണ്. ഈസിയർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്. ഈസിയസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂപ്പർലേറ്റീവ് ഡിഗ്രി. രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് നമ്മൾ, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ദാ ഈ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ഏത്? ദാൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ദാൻ. നമ്മളെപ്പോഴും പറയും ബെറ്റർ ദാൻ അല്ലേ? ഷീസ് ബെറ്റർ ദാൻ പറയത്തില്ലേ? അല്ലെങ്കിൽ എന്താ വേറെന്താ പറയാ? ഈസിയർ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എന്ത് പറയാം? ഈസിയർ ദാൻ. അങ്ങനെ പറഞ്ഞൂടെ? അപ്പൊ ഇവിടെ നോക്കേ, ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച്. ദെൻ അപ്പം വരുവോ? ഇവിടെ ദെൻ വരുവോ? നോക്കി, ഇവിടെ ദെൻ വരുവോ? ഇല്ല. പകരം എന്താ വരണ്ടേ? ദാൻ. ഇറ്റ് ഈസ് ഈസിയർ ടു പ്രീച്ച് ദാൻ ടു ഫോളോ. അപ്പൊ നമുക്ക് എറർ എവിടെയെന്ന് മനസ്സിലായി? ഈ ഡി പോർഷനിലാ എറർ എന്ന് മനസ്സിലായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. പല്ലവി ഈസ് ദ ക്ലെവറസ്റ്റ് ഓഫ് ദ ടു സിസ്റ്റേഴ്സ്. രണ്ട് സിസ്റ്റേഴ്സിൽ ഏറ്റവും ബുദ്ധിസാമർഥ്യം ഉള്ളത് ആർക്കാ? പല്ലവിക്ക. ഓക്കെ, മുന്നേ ഞാൻ പറഞ്ഞു രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഏത് ഡിഗ്രി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു? കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന ഏതാ? ഇവിടെ ഏതാ യൂസ് ചെയ്തേക്കുന്നത്? ഇവിടെ യൂസ് ചെയ്യുന്നത് ക്ലെവറസ്റ്റ്. ക്ലെവറസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണോ? അല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി അല്ലേ വരേണ്ടത്? അപ്പൊ ഇവിടെ എന്താ? ക്ലെവറസ്റ്റ് എന്ന് പറയുന്നത് ഏതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയാ?
clever, cleverer, then cleverest, clever, cleverer, cleverest. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേ, the cleverest, the cleverest എന്നാണോ വരേണ്ടത്? അല്ല, നമ്മുടെ ഈ രണ്ടാമത്തെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയ cleverer, the cleverer എന്നാ വരേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും സംശയം വരാം, പറഞ്ഞു സൂപ്പർലേറ്റീവ് ഡിഗ്രി ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കമ്പയർ ചെയ്യാനാണ് എന്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കേ, അപ്പം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയണം, സിമ്പിൾ ആയിട്ട് ഒരു എടുക്കാം. ഗുഡ്, എന്താ ബെറ്റർ, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറ്റി കമ്പയർ ചെയ്യാൻ നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം? ഈ ബെസ്റ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തൂടെ? പക്ഷേ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ദ ക്ലെവറർ എന്നാണ്. ദ ക്ലെവറർ. അങ്ങനെ ദ ക്ലെവർ ഇവിടെ യൂസ് ചെയ്യാൻ കാരണം ഇവിടെ രണ്ടുപേരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരാളെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ദ പ്ലസ് കമ്പാരറ്റീവ് ഫോം ആയിരിക്കും. പല്ലവി ഈസ് ദ ക്ലെവറർ ഓഫ് ദ ടു സിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പം ഇവിടെ എവിടെ എറർ? ബി പാർട്ടിലെ എറർ. എന്തുകൊണ്ട് എറർ വന്നത്? ക്ലെവറസ്റ്റ് എപ്പോഴും ക്ലെവറസ്റ്റ് എന്ന് പറയുന്ന വേർഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയണമെങ്കിലാണ് ക്ലെവറസ്റ്റ് എന്ന് പറയുന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൈ ബ്രദർ ബ്രോട്ട് എ ഫ്യൂ റൈസ് വൈൽ കമ്മിങ് ഫ്രം ദ മാർക്കറ്റ്. മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിക്ക് എൻ്റെ ബ്രദർ എന്താ കുറച്ച് റൈസ് വാങ്ങിയിട്ട് വന്നു. നമുക്ക് സെന്റൻസ് നോക്കുമ്പോൾ അങ്ങനല്ലേ മനസ്സിലാവുന്നേ. പക്ഷെ ഇവിടെ നോക്കേ, ഇവിടെതാ ഈ റൈസ് എന്ന് പറയുന്ന വേർഡ് കണ്ടോ? ഈ റൈസ് എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഇല്ല. ഈ റൈസ് എന്ന് പറയുന്ന വേർഡ് എന്താ? അൺകൗണ്ടബിൾ ആണ്. ഈ റൈസ് എന്ന് പറയുന്ന വേർഡ് എന്താ? അൺകൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരിക്കലും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ്? അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഫ്യൂ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഫ്യൂവിന് തന്നെ 3 ടൈപ്പ് ഉണ്ട്. നമുക്ക് എങ്ങനെ പറയാം ഫ്യൂവിനെ? ഫ്യൂ പറയാം, അതുപോലെ തന്നെ എ ഫ്യൂ പറയാം, അതുപോലെ തന്നെ എന്താ ദ ഫ്യൂ പറയാം. ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. ഈ ഫ്യൂ എന്ന് പറഞ്ഞ മീനിങ് അറിയോ? ഫ്യൂ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. സീറോയ്ക്ക് അടുത്ത്. എന്നാൽ 0 ആണോ? അല്ല. എ ഫ്യൂ എന്ന് പറയുന്നത് കുറച്ച്, നോട്ട് ഈക്വൽ ടു 0, കുറച്ചുണ്ട് അവിടെ. ദ ഫ്യൂ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവൈലബിൾ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഫ്യൂവിന് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് ഈക്വൽ ടു 0. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. ഫ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. സീറോയ്ക്ക് അടുത്ത്, എന്നാൽ 0 ആണോ? അല്ല. എ ഫ്യൂ എന്ന് പറഞ്ഞാലോ കുറച്ചെവിടെ ഉണ്ട്. ദ ഫ്യൂ എന്ന് പറഞ്ഞാലോ ഓൾമോസ്റ്റ് അവൈലബിൾ ദയർ, എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കേ, ഇതാണ് ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഇനി ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഫ്യൂവും എ ഫ്യൂ, ദ ഫ്യൂ ഇത്തരം വേർഡ്സ് എപ്പോഴും നമ്മൾ കൗണ്ടബിൾ നൗണിന്റെ കൂടെ യൂസ് ചെയ്യും. എന്താണ്? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഇത്തരം വേർഡ്സ് യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അൺകൗണ്ടബിളിന്റെ കൂടെ സെയിം കേസ് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് ഏതൊക്കെയാ? യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, നോക്കാം. ലിറ്റിൽ, എ ലിറ്റിൽ, ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. സെയിം മീനിങ് തന്നെ. നേരത്തെ നമ്മൾ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ പറഞ്ഞില്ലേ? അതേ സെയിം മീനിങ് തന്നെ. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ. ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0 ബട്ട് നോട്ട് ഈക്വൽ ടു 0. എ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച്. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അവൈലബിൾ.
ഓക്കെ, അപ്പം ഇനി സെന്റൻസ് ഓക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കേ, ഇവിടെ റൈസ് വന്നേക്കുന്നു. റൈസ് എന്ന് പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ ആയി നമുക്ക് എണ്ണാൻ പറ്റാത്ത ഈ റൈസിന്റെ കൂട്ടത്തിൽ ഫ്യൂ വരാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഫ്യൂ എന്താണ്? തെറ്റാണ്. പകരം നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്ത് പറയാൻ പറ്റും? മൈ ബ്രദർ ബ്രോട്ട് സം റൈസ് വൈൽ കമ്മിങ് ഫ്രം ദ മാർക്കറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എറർ എവിടെയാ? ഇതാണ് സി പോർഷനിലല്ലേ എറർ വരിക. ഇവിടെ എറർ വരിക സി പോർഷനില. എന്തുകൊണ്ടാ? എ ഫ്യൂ റൈസ് എന്ന് പറയുമോ? എ ഫ്യൂ റൈസ് എന്ന് പറയത്തില്ല. കാരണം ഫ്യൂ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗൺസിന്റെ കൂടെയാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The 91 years old lady have been a fan of cricket for decades. 91 വയസ്സുള്ള ആ ലേഡി എന്ന് പറഞ്ഞാല് പതിറ്റാണ്ടുകളായിട്ട് എന്താ? ഒരു ക്രിക്കറ്റിന്റെ ആരാധികയാണ്. അതല്ലേ സെന്റൻസിന്റെ മീനിങ്. ഇനി നോക്കേ, ഇവിടെ ആരെ പറ്റിയാ പറയുന്നേ? ഇവിടെ പറയുന്നത് 91 ഇയർ ഓൾഡ് ലേഡിയെ പറ്റിയ. ഒരൊറ്റ ഒരാളല്ലേ ഉള്ളൂ. 91 ഇയർ ലേഡി എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒരാളാ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി വെർബ് നോക്കേ, ഹാവ് യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹാവ് എപ്പോഴാ യൂസ് ചെയ്യുന്നേ? പ്ലൂറൽ നൗണിന്റെ കൂടെ ഒന്നിൽ കൂടുതൽ പേർ ആൾക്കാരെ അവരെ പറയാനാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? ഹാവ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ 91 ഓൾഡ് ലേഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിംഗുലാർ പേഴ്സൺ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? ഹാവ് ആണോ? അല്ല, ഹാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ എറർ? ഹാവ് ബീൻ എ ഫാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th question. The city of Benares is widely known from its gods and temples. The city of Benares is widely known from its gods and temples. ഓക്കെ, ഇവിടെ നോക്കേ, ഈ ഫ്രം എന്ന് പറയുന്ന വേർഡ് വരുമോ? ഈ ഫ്രം എന്ന് പറയുന്ന വേർഡ് നമ്മൾ എന്തെങ്കിലും കാര്യം ഇവിടെ എന്തെങ്കിലും ജേണി ബിഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കേസിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫ്രം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കറക്റ്റ് സൂട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഫോർ പറഞ്ഞൂടെ? ഫോർ എന്ന പ്രിപ്പോസിഷൻ പറഞ്ഞൂടെ? എന്തുകൊണ്ടാ പറയുന്നത്? ദ സിറ്റി ഓഫ് ബനാറസ് ഈസ് വൈഡ്ലി നോൺ ഫോർ ഇറ്റ്സ് ഗഡ്സ് ആൻഡ് ടെമ്പിൾസ്. അപ്പൊ സിറ്റി ഓഫ് ബനാറസ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാ? അതിന്റെ ഗഡ്സും അവിടെയുള്ള ടെമ്പിൾസും കൊണ്ടാണ്, അല്ലേ? അപ്പൊ ഇവിടെ ഫ്രം വരുമോ? ഇല്ല. നോൺ ഫോർ അല്ലെങ്കിൽ ഫേമസ് ഫോർ. അപ്പൊ നോൺ ഫോർ എന്തെങ്കിലും കാര്യത്തിൽ ഫേമസ് ആണെങ്കിൽ നമുക്ക് എന്താ നോണിന്റെ കൂടെ യൂസ് ചെയ്യേണ്ട പ്രിപ്പോസിഷൻ? ഫോർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വേഗം എറർ സ്പോട്ട് ചെയ്യാം. ഫ്രം വരുമോ? ഇല്ല. എന്താണ്? ഫോർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The child always goes for sleep with his teddy bear. മീനിങ് എന്താ? കുട്ടി എല്ലാ ദിവസവും ഉറങ്ങാൻ പോകുന്നത് അവന്റെ ടെഡി ബിയറിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നോക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതാ ഓൾവേസ് അല്ലേ? ഇവിടെ ഓൾവേസ്. ഈ ഓൾവേസ് കാണുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഓൾവേസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യത്തെ പറ്റി സൂചിപ്പിക്കാനല്ലേ? അപ്പൊ എന്താ സെന്റൻസ്? സിമ്പിൾ പ്രസന്റിലായിരിക്കണം. അതായത് ഇപ്പം നടക്കുന്ന കാര്യം ഏത് ടെൻസിലാ പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാ പറയുന്നത്. അപ്പൊ ദ ചൈൽഡ് ഓൾവേസ് ഗോസ് ഫോർ സ്ലീപ്പ്. ഇവിടെ പഠിച്ചു വെക്കുക, ഇതൊരു ഫ്രേസ് ആണ് കേട്ടോ. ഗോ ടു സ്ലീപ്പ്. ഗോ ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിഗിൻ ടു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പം അങ്ങനെ ഉറങ്ങാൻ തുടങ്ങുക എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് കേട്ടോ. അപ്പൊ ഈ ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ തന്നെ ഇവിടെ വരും എല്ലാ കേസിലും. ഗോ ടു സ്ലീപ്പ് എന്ന് മാത്രമേ നമ്മൾ പറയൂ. ഇത് അതുപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഗോ ടു സ്ലീപ്പ്. അപ്പം ഇവിടെ എന്തുകൊണ്ട് ഗോസ് വന്നു? അപ്പൊ ഒരു സംശയം വരാം. ഗോ ടു സ്ലീപ്പ് ആണെന്ന് പറഞ്ഞു, പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ ഗോസ് വന്നേന്ന് സംശയം വന്നൂടെ? ഇവിടെ നോക്കേ, ഇവിടെ ചൈൽഡ് എന്ന് പറയുന്ന ഒറ്റ ഒരാളല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് പറയണം? വെർബും എന്ത് മതി? വെർബും സിംഗുലാർ മതി. സിംഗുലാർ മതി, ഗോസ് മതി. ശരിക്കും നമ്മൾ ഗോ എപ്പോൾ യൂസ് ചെയ്യും? ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയുവാണെങ്കിൽ പ്ലൂറൽ വെർബ്, അന്നേരമാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? ഗോ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ മിസ്റ്റേക്ക് എവിടെയാ? ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? എവിടെയാ? ബി പാർട്ടിലാണ് മിസ്റ്റേക്ക്. ഗോസ് ഫോർ സ്ലീപ്പ് എന്ന് പറയോ? ഇല്ല. കറക്റ്റ് എന്താ? ഗോ ടു സ്ലീപ്പ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. മുഖർജി ഈസ് എ ഫേമസ് പൊളിറ്റീഷ്യൻ ഹൂ ഈസ് ലവ് ബൈ മോസ്റ്റ് പീപ്പിൾ. ഓക്കെ, എന്താ മീനിങ്? എന്താ? മുഖർജി ഈസ് എ ഫേമസ് പൊളിറ്റീഷ്യൻ ഹൂ ഈസ് ലവ് ബൈ മോസ്റ്റ് പീപ്പിൾ. മിക്ക ആളുകളും സ്നേഹിക്കുന്ന പ്രശസ്തമായ ഒരു പൊളിറ്റീഷ്യനാണ് ആര്? മുഖർജി. അങ്ങനല്ലേ സെന്റൻസിന്റെ മീനിങ്? ആണ്. ഇനി നോക്കേ ഈ സെന്റൻസ്. ഓക്കെ, ഈ സെന്റൻസിൽ ബൈ എന്ന് പറയുന്നൊരു വേർഡ് കണ്ടോ? ഈ സെന്റൻസിൽ ബൈ എന്ന് പറയുന്നൊരു വേർഡ് കണ്ടോ? ഈ ബൈ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? പാസീവ് സെന്റൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് സെന്റൻസിലാ? പാസീവ് സെന്റൻസിൽ അല്ലേ? പാസീവ് സെന്റൻസിൽ നമ്മളൊരു കാര്യം പറയുവാണെങ്കിൽ എപ്പോഴും വെർബിന്റെ ഏത് ഫോം ആയിരിക്കണം? തേർഡ് ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേ, ലവ് എന്ന് പറയുന്ന വേർഡിന്റെ തേർഡ് ഫോം എന്താ? ലവ്. ലവ് തേർഡ് ഫോം എന്താ? ലവ്. ലവ് ലവ് ലവ്. അപ്പൊ നോക്കേ, സിമ്പിൾ പ്രസന്റിലുള്ള ഒരു കാര്യത്തെ പാസീവിലോട്ട് പറയണമെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് എന്ത് ഫോമാ? V3 ഫോം ഓഫ് ദ വെർബ്. ഈസ്, ആം, ആർ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്താ? V3 ഫോം ഓഫ് ദ വെർബ്. വെർബിന്റെ തേർഡ് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കേ, ഹൂ ഈസ്, ഇവിടെ ഈസ് വന്നു, പക്ഷേ ലവ് എന്നല്ലേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താ വരേണ്ടത്? ഈസ് ലൗഡ്. കറക്റ്റ് എന്താ? ഈസ് ലൗഡ്. അപ്പൊ നമുക്ക് മനസ്സിലായി എവിടെയാണ് എറർ? ദ തേർഡ് പോർഷനിലാണ് എറർ എന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കേ. എയ്തർ ഓഫ് ദ 2 ബുക്സ് വിൽ മെറ്റ് മൈ റിക്വയർമെന്റ്സ്. 2 ബുക്കുകളിൽ ഏതെങ്കിലും ഒന്ന് എൻ്റെ ആവശ്യകത നിറവേറ്റുന്നുണ്ട്. അതല്ലേ സെന്റൻസിന്റെ മീനിങ്? ഇവിടെ നോക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പം ഇവിടെ ദാണ്ട് ഇവിടെ വിൽ എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് കണ്ടോ? നമുക്ക് മൊത്തം എത്ര ഓക്സിലറി വെർബ്സ് ഉണ്ട്? 24 ഓക്സിലറി വെർബ്സ് ഉണ്ട്. ഇതിനകത്ത് കുറച്ചെണ്ണത്തെ നമ്മൾ മൊഡാൽ ഓക്സിലറി വെർബ്സ് എന്ന് പറയും. എന്താ? മൊഡാൽ ഓക്സിലറി വെർബ്സ്. ഈ മൊഡാൽ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് ടു, നീഡ്, ഡെയർ, യൂസ് ടു. തൽക്കാലം ഈ വേർഡൊന്നും പഠിക്കണ്ട. കോമൺലി ചോദിക്കുന്ന ഏതൊക്കെയാ? വില്ല്, വുഡ്, ഷാള്, ഷുഡ്. മിക്കപ്പോഴും ചോദിക്കുന്ന ഈ വില്ലെന്ന് പറയുന്ന വേർഡ് തന്നെ, അത് ഓർത്തിരിക്കാം. ഈ വില്ലെന്ന് പറയുന്ന വേർഡിന് ശേഷം എപ്പോഴും നമ്മൾ തൊട്ടടുത്ത് യൂസ് ചെയ്യേണ്ട വേർഡ് എന്ന് പറഞ്ഞാല് വെർബിന്റെ ബേസ് ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ മെറ്റ് എന്ന് പറയുന്ന വേർഡോ? അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇവിടെ മെറ്റ് എന്ന് പറയുന്ന വേർഡോ? മീറ്റ്, മെറ്റ്, മെറ്റ്, മീറ്റ്, മെറ്റ്, മെറ്റ്. അപ്പൊ മീറ്റ് എന്നുള്ളതാണ് എന്ത്? ബേസ് ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇവിടെ വില്ല് കണ്ടു. വില്ലിന് ശേഷം തൊട്ടടുത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ബേസ് ഫോം ഓഫ് ദ വെർബ്. അപ്പൊ ഇവിടെ മീറ്റ് വരുമോ? ഇല്ല. ഇവിടെ കറക്റ്റ് ആയിട്ട് എന്താ വരിക? മെറ്റ്. എയ്തർ ഓഫ് ദ 2 ബുക്സ് വിൽ മീറ്റ് മൈ റിക്വയർമെന്റ്സ്. അപ്പൊ എവിടെ എറർ? എവിടെയാ? ഈ ബി പോർഷനിലാണ് എറർ എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പം ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് കുറെ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചില്ലേ? 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു. ഈ 10 ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിയതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞു തരുന്നുണ്ടല്ലോ എങ്ങനെയാ എറർ വന്നേന്ന്, അതേപോലെ എറർ സ്പോട്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. അതിനുശേഷം എങ്ങനെയാണ് ഞാൻ എന്ത് റൂൾ വെച്ചാണ് പറഞ്ഞത്. അപ്പം ഈ സെയിം റൂൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും നമുക്ക് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേട്ടോ. MDSന് ഈ റൂളൊക്കെ തന്നെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻസ് ഓരോന്ന് നോക്കുക, അതിന്റെ റൂള്, ഞാൻ എന്താ റൂൾ പറയുന്നത് മനസ്സിലാക്കുക, അതിനുശേഷം അത് എഴുതിയെടുക്കുക. എന്നിട്ട് ആ റൂൾ നിങ്ങൾ പഠിക്കുക. എന്തുകൊണ്ടാണ് ആ റൂൾ അവിടെ വന്നേന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ.